പി.വി. അൻവറും എം.വി. ഗോവിന്ദനും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിനിർണായകമായിരുന്നു. രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. മറ്റന്നാളത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് പി.വി. അൻവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അത് പി. ശശിക്കെതിരെയുള്ള പരാതിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാതി. ഇത് മറ്റന്നാളത്തെ CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. എന്നാൽ ആരോപണങ്ങളിൽ ഭയമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി. ശശി പറയുന്നത്. ആളുകൾക്ക് എന്താരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFI സെക്രട്ടറിയായ കാലം മുതൽ വേട്ടയാടപ്പെടുന്നുണ്ടെന്നും പി. ശശി ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി. ശശിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായ പരാതി മറ്റന്നാൾ പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാനിരിക്കെയാണ് പി. ശശിയുടെ ഈ പ്രതികരണം. പി.വി. അൻവറിന്റെ ആരോപണം പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും പരിശോധിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പുഴുക്കുത്തുകളെയും സംരക്ഷിക്കില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നാണ്. പോലീസ് ആസ്ഥാനത്താണ് യോഗം. വിഷയത്തിൽ അന്വേഷണ രീതികളെക്കുറിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കാം. പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസ് DGPയെ കാണും. പുതിയ തസ്തികയെക്കുറിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങൾ VV വിനോദ് നൽകും. നിർണായകമായ നീക്കങ്ങളാണ് പോലീസ് ആസ്ഥാനത്തും നടക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ പരാതികൾ അന്വേഷിക്കുന്ന സംഘത്തിന്റെ യോഗമാണ് ഇന്ന്. DGPയാണ് സംഘത്തിന്റെ മേൽനോട്ട ചുമതലയിലുള്ളത്. പക്ഷേ അന്വേഷിക്കുന്ന സംഘത്തിൽ MR അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇതാണ് വലിയ വിമർശനത്തിന് ഇട നൽകുന്നത്. ഇക്കാര്യം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയ ശേഷം പുറത്തിറങ്ങിയപ്പോൾ പി.വി. അൻവറും സൂചിപ്പിച്ചിരുന്നു. കീഴുദ്യോഗസ്ഥരെ ചുമതല ഏൽപ്പിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാകില്ല. അത് MR അജിത് കുമാറിന് അനുകൂലമായുള്ള റിപ്പോർട്ടായിരിക്കും. ഒരു പരാതിയും അന്വേഷിക്കുകയില്ല എന്ന രീതിയിലുള്ള വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു പി.വി. അൻവറിന്റെ ആ പ്രതികരണം വന്നിട്ടുള്ളത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഒടുവിൽ കൊലപാതകം വരെ MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.